ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. 10 റുപ്യ 50 പൈസ നേരം 1 10 റുപ്യ 50 പൈസ. ആർക്കാണ് വേണ്ടിയത്? 10 റുപ്യ 50 പൈസ ഇപ്പൊ കൊണ്ടേക്കോളി. 10 റുപ്യ 50 പൈസ തന്നാ തരും. 10 റുപ്യ 50 പൈസ ആണോ? ആർക്കാ വേണ്ടി? ഉണ്ട് ഇവിടെ ആകെ നീക്കണത് എപ്പോഴാണെന്നറിയോ? ഒന്ന് പാല് കുടിക്കാനും ഒന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടാലും. അല്ലാതെ ഓ ഫുൾ ടൈം ഉറക്ക. ഓ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെ. ഒന്നോ സിനുവിന് പോസ്റ്റ് പാട്ട് അത്ര. പോസ്റ്റ് മാർട്ടോ എന്തൊരു കഷ്ടാണ്. എന്ത് സൗകര്യം കൂടിയാലും അവർക്ക് പോസ്റ്റ് മാർട്ടാ. അനക്ക് വല്ല മാനസികവും അതാവും. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അങ്ങനെയെന്ന് വെക്ക. ഇപ്രാവശ്യം ഒരു കുഴപ്പമില്ലെങ്കിൽ വെറുതെ വരികയാണെന്നുണ്ടെങ്കിലേ വല്ല പിരാന്തോ സത്യോ. പോസ്റ്റ് പാട്ടൊക്കെ എനിക്ക് വേണ്ടി എന്നാ കുറിച്ചോ പോസ്റ്റ് പാട്ടോ. നക്ഷത്രത്തിൽ ഒരാൾ ചിരിക്കും, ഒരാൾ കരയും ചെയ്യുമാതിരി എൻ്റെ അവസ്ഥ. കൊറേ ഇതിനെ നോക്കി കരയും, കൊറേ അതിനെ നോക്കി ചിരിക്കും. എന്താണ് എന്ത് സത്യത്തിൽ എന്താണ് പ്രശ്നം? വെറുതെ കരച്ചില് വരിക. അതിന് ഞങ്ങളുടെ നാട്ടിൽ പറയാ ഒന്നില്ലെങ്കിൽ മാനസികവും അല്ലെങ്കിൽ 2 പിരാന്ത്. ഇത് 2 ചികിത്സിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ. ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നുമില്ല, വെറുതെ അവിടെ ഇരുന്ന് എനിക്ക് പിരാന്താവല് തുടങ്ങി. എങ്ങനെയാണ് ഈ കുറെ നേരം ആൾക്കാർ എടി ഇങ്ങക്ക് സുഖ ചികിത്സ അല്ലേ? രാവിലെ ഒഴിച്ചല് ഇതൊക്കെ. ഞങ്ങളെ പോലെ ആണുങ്ങൾ എന്താ ചെയ്യാന്ന് പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് ഉള്ളിൽ കൈയിട്ട് ഛർദിക്കുക. കറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനെ കൂട്ടിലിട്ട് അടച്ചിട്ട് എന്താ ഉണ്ടാവുക? അതേപോലെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സിനുവിന്റെ അമ്മ 2 ദിവസത്തിന് പോയി. അപ്പോൾ ഇവിടെ ആളില്ല. ഇവിടെ നമ്മൾ നിന്ന് ഉമ്മയുണ്ട്. ഉമ്മ അതാ പുറത്ത് ചക്കരക്കാർക്കോ ഫോൺ വിളിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ ചെറിയ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. വലിയ കുട്ടി ഇതാ ഇവിടെ കളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 2-3 കാര്യം പറയാൻ വേണ്ടിയിട്ടോ മെയിനായിട്ട് വന്നിട്ടുള്ളത്. ഒന്നെന്താണ്, നമുക്ക് പെറ്റ് കടന്ന നീച്ച് നടക്കാതെ ഒതുങ്ങിയിരുന്നൂടെ എന്നുള്ള ചോദ്യം. എന്ത് അതിനാണല്ലോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ചില ആൾക്കാര് പറഞ്ഞ സീനോ റെസ്റ്റ് എടുത്തിട്ടോ പിന്നീട് മനസ്സിലാവും ഒന്നും പറയല്ല. കാരണം നമ്മളെ നല്ലതിന് വേണ്ടിട്ടാ പറയുന്നത്. അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ആവശ്യത്തിനുള്ള റെസ്റ്റ് എടുക്കണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ റിവ്യൂലൊക്കെ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ നെയിം ഇട്ട് കഴിഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് കുട്ടിയുടെ പേര് ക്രിസ്ത്യൻ പേരാണ്, ഹിന്ദു പേരാണ്, അങ്ങനെയാണ് കേട്ടോ കൂടുതൽ വന്ന കമന്റ്സ്. സത്യം പറഞ്ഞാൽ ഈ ഒരു പേര് ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബേഴ്സ് ആണ്. കാരണം ഞമ്മക്ക് ഞാൻ പറയട്ടെ, ഞങ്ങള് ഇതില് അലൻ ഫസ്റ്റ് വന്നായിരുന്നു. അലൻ ഐബക്ക് വന്നിട്ടുണ്ട്. അലൻ ഐബക്ക്, അലൻ ഖുറൈഷ്, അലൻ യമാല്, അലൻ ആദം, പിന്നെ അലൻ ഐബക്ക്. അതിന് ഞാൻ പറയട്ടെ, ഈ അല്ല ക്രിസ്ത്യൻ ടച്ചിൽ വരുന്ന കുറച്ച് പേരുകളുണ്ട്. അതേ പേര് നമ്മളെ ഉണ്ട്, മറിയം, സെറീന. ഇതൊക്കെ നമ്മളേലുള്ള പേരുകളാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സക്കരിയ കുറെ സാധനങ്ങള് അങ്ങനെ ഉണ്ട്. അപ്പൊ പിന്നെ വെറുതെ എന്തെങ്കിലും പറയണ്ടേ, നെഗറ്റീവ് പറയണ്ടേ വെച്ചിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലെന്നുള്ളതിന്റെ അർത്ഥം വ്യക്തിത്വം എന്നാണ്. നമ്മള് പിന്നെ ഒരു 60-70% ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും ഞങ്ങളുടെ മക്കളുടെ പേര് ഞങ്ങൾ ഇടാൻ വെച്ചിരുന്ന പേരും, പിന്നെ ഇന്ന് വീഡിയോ ഇട്ടതിന് ശേഷം ഞങ്ങളുടെ മൂത്താപ്പാന്റെ കുട്ടി ഈ പേരാണ്, ഞങ്ങളുടെ അമ്മായിയുടെ കുട്ടിക്ക് ഈ പേരാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് ആദ്യം അവരൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ നോക്കിയ സംഭവം ആവില്ലേ. അപ്പൊ അറിയാത്ത കാര്യം വെറുതെ ചിലപ്പോ അവരിലും ഉണ്ടാവാം ആ പേര്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പേരാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയ അർത്ഥമില്ലാത്ത പേരോ അങ്ങനത്തെ ഒന്നുമല്ല. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എന്താണെന്ന് വെച്ചാൽ അലേഹ, അലൻ, പിന്നെ അൽഹാൻ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ അൽഹാൻ എന്ന് പറഞ്ഞു. എനിക്ക് എനിക്ക് അലൻ എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടമായത്. ഇവള് വാശി പിടിച്ചിട്ടതാണ്. ഞാൻ ഫസ്റ്റ് ചെയ്ത് അലാനിയ എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിനർത്ഥം അതിന് പ്രത്യേകിച്ച് അർത്ഥമല്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ അലയക്ക് ഇവള് കണ്ടുപിടിച്ചാണ് അലേഹ നൗഫൽ എന്നുള്ളത്. ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കണ്ടുപിടിച്ചതാണ് അലൻ എന്നുള്ളത്. ഐബക്ക് എന്നുള്ളത് ഇവള് ഏതോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇതിട്ടായിരുന്നു, എന്താ പറയാ, കോളിലെ. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂട്യൂബിലും അലൻ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്.
ഇട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അന്ന് ആ പറയുന്ന ആളുകൾക്ക് ഇത് അറിയൂല, ഇത് മുസ്ലിം പേരല്ല ക്രിസ്ത്യൻ പേരാണെന്നുള്ളതൊക്കെ നമ്മൾ നന്നായിട്ട് അന്വേഷിക്കുന്നത്. ഇത് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ നമ്മുടെ ആൾക്കാർ ഇത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല നമ്മൾ മാത്രമല്ല, നമുക്ക് എന്താ വെച്ചാൽ അലയ്ക്ക് സാമ്യം തോന്നിയ പേരാവുകൊണ്ട് അങ്ങനെ ഇട്ടു. നമുക്കും വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. കാരണം ട്രെൻഡ് ഔട്ട് ആവാത്ത ഒരു പേരാണ് അലൻ എന്നൊക്കെ പറയുമ്പോൾ. ചെറിയ അക്ഷരമാണ്, പെട്ടെന്ന് പറയാനും ഇതാക്കാനൊക്കെ കിട്ടും, എഴുതാനൊക്കെ കിട്ടും. ബാക്കി പേരിലൊക്കെ എന്തിരിക്കണേ, പേരിൽ എന്തിരിക്കണതല്ല, പേര് നല്ല അർത്ഥമുള്ള പേര് ഇടണം. ഇസ്ലാമിൽ എന്തോ അർത്ഥത്തിൽ ഇടാൻ പാടില്ല. അങ്ങനത്തെ പേരല്ലേ വെറുതെ എന്തെങ്കിലും പേരിട്ട് കാര്യമില്ലല്ലോ. ഇത് നമ്മൾ സ്വയട്ട പേരൊന്നല്ല. ഇത് ഞാൻ എല്ലാവർക്കും നിങ്ങളത്തെ പറഞ്ഞ ഓപ്ഷനാണ് കേട്ടോ. എല്ലാവരോടും ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ. അപ്പൊ ഒരുപാട്, കാരണം ഞങ്ങൾ പെൺകുട്ടികളുടെ പേരാണ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ആൺകുട്ടി ആയപ്പോൾ നമ്മൾ എന്താക്കി, ആൺകുട്ടിക്കുള്ള പേര് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ 2-3 ഡൗട്ടിലുണ്ടായിരുന്നു. അമീർ അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങൾ ഡൗട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇതിങ്ങനെ അലയൊക്കെ സാമ്യമായിട്ട് തോന്നിയപ്പോൾ അങ്ങോട്ട് ഫിക്സ് ചെയ്തതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സാധനം കൂടി നിങ്ങളോട് ചോദിച്ചു നോക്കാണ് അല്ലേ. അതായത് ഇനി നമുക്ക് നിക് നെയിം വേണം. അപ്പോ ഇവള് പറയുന്നു അലാനു. അല്ലു എന്റെ കുടുംബത്തിൽ ആർക്കോ അല്ലു ഉണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയാം ഗൈസ്, അല്ലു, ഐബു, അലാനു, പിന്നെന്താ ഐസു, പിന്നെ അത് കുഴപ്പമില്ല, പിന്നെ മാറ്റാലോ. ഒറിജിനൽ പേര് മാറ്റാം, നിക് നെയിം ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങക്ക് ഈ ഒരു പേരായിട്ട് സാമ്യം വരുന്ന നല്ല നിക് നെയിം ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ അല്ലേ. അല്ലു, അലാനു, പിന്നെ ഐബു, പിന്നെന്താ ഐദു. ഐദു. ഞാൻ ശരിക്കും ആദ്യം ഇടാൻ വെച്ച പേര് അലൻ യമാൽ എന്നായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു യമാൽ എന്നുള്ള ജമാലായി മാറും എന്ന് പറഞ്ഞപ്പോ അത് ഒഴിവാക്കിയാണ് കാശ്. അങ്ങനെയല്ല, ജമാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ പേരായില്ലേ. നമ്മുടെ നാട്ടിലെ ആ മീൻ മുക്കാൻ വരുന്ന ആളെ പേര് ജമാൽ എന്നാ. അത് കളിയാക്കല്ല കേട്ടോ, പേരിന് ഇതെന്ന് വെച്ചാൽ നമ്മൾ കളിയാക്കല്ല. അപ്പൊ കുറെ പഴയ പേരാകുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രഭാകരൻ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടോ, അച്ഛൻ്റെ പേരിട്ടതാ. അപ്പൊ എന്താണ് ഹാജർ വിളിക്കലേ ഉണ്ടോ എത്തുള്ളൂ. കാരണം ഓനത് വിളിക്കുമ്പോൾ ഒരു ഭയങ്കര കുറച്ചില്. കാരണം എന്താ, പുതിയ ട്രെൻഡിലേക്ക് എത്തുമ്പോ പ്രഭാകര എന്ന് പറയുമ്പോ ഓനൊരു ഇത് എന്റെ പേര് മാറ്റി, എന്താ ഇനി പേര് ചോദിച്ചപ്പോ ശശിന്ന് മാറ്റിയിട്ട് സോമന്നാക്കിയില്ലേ. അതേമാതിരി. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു പേരിടാതെ മക്കളെ നമ്മൾ പേരാകരുന്നതാ. ഇതൊക്കെ കണ്ട ഏതാ സാധനം എന്ന് പറയാം മക്കൾ. ഇത് ഏതാ 10 റുപ്യ 50 പൈസ. അതെ, ഇപ്പൊ കളിച്ചോ, രാത്രി കളി കളിച്ചാ ഞാൻ എടുത്തിട്ടുണ്ടോ. പിന്നെ കുറെ പേര് എന്തിനാണ് മോള് അങ്ങനെ പറയണേ. ഞാൻ വെറുതെ പറയട്ടെ, നമുക്ക് നമ്മുടെ മോള് സുന്ദരി സുമുഖി പറയാ കേൾക്കാത്തത്, കടിക്കണത്, ഒതുങ്ങിയിരിക്കാത്തത്, അങ്ങനത്തെ ഒക്കെ ഒരു പൊട്ടി തെളിച്ചൊരു കുട്ടിയാണ് ഗൈസ്. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പറഞ്ഞ മാതിരി ദേഷ്യം ഇതൊക്കെ നമുക്ക് വരും, പക്ഷെ 2 മക്കളോട് ഒരുപോലെ നീതി പുലർത്തണം. എന്ത് നീതി പുലർത്ത? ഇവളിപ്പോ ചെയ്യുന്ന പരിപാടി എന്താണെന്നറിയോ, മൂത്ത കുട്ടിയെ എങ്ങനെ പരിഗണിക്കാന്നുള്ള റീൽസ് ഇങ്ങനെ എനിക്ക് വിട്ടുതരാം. എനിക്ക് എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെയാണ്. മൂത്ത കുട്ടീനെ പ്രത്യേകിച്ച് പരിഗണിക്കുക, അല്ലെങ്കിൽ ഇളയ കുട്ടീനെ പരിഗണിക്കുക, അങ്ങനെയൊന്നുമില്ല. ഇത് വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയിട്ട് അണക്ക് പീരാന്താണ്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കണം തന്നെയല്ല, മനസ്സിലായില്ലേ. അതിന് വിഷമമായിട്ടില്ല, അതിനെ അവഗണിക്കുന്നില്ലല്ലോ. അത് നമ്മളല്ലേ ഇതാക്കണത്. ഇതാ കടിച്ച് എത്ര ഒരു കടിയാ കിട്ടണത്. എന്നിട്ട് അതിന്റെ പലതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പൊ എന്തായാലും ഗായ്സ് അങ്ങനെയൊക്കെയാണ്. പിന്നെ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം, സുഖം, സൗകര്യമൊക്കെ? ഇൻഷാല്ലാ നമുക്ക് നാളെ രാവിലെ, ഞങ്ങൾ 2 ദിവസമായിട്ട് നിയത്ത് വെച്ചെടുക്കാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ. എപ്പോൾ നോക്കിയാലും വൈകുന്നേരത്തെ ഇടിയാണ്. പിന്നെ ഇന്നലെ ഇടി പൊട്ടിയപ്പോൾ ഞാൻ പുറത്തായിരുന്നു. അപ്പൊ ഗൈസ് ഒന്ന് വീണു, കാലിലൊക്കെ മുറിയായി. ഇന്ന് പോണോ? എനിക്ക് എന്തെങ്കിലും കടല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മുറുക്കാൻ വേണം ഗൈസ്. ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ ഞാൻ പിന്നെ അത് ടൗണിൽ പോയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നിങ്ങൾ നല്ലൊരു നിക് നെയിമും കൂടി കണ്ടെത്തുക. അപ്പൊ എല്ലാവരും സജസ്റ്റ് ചെയ്ത പേരാണ് അലൻ എന്നുള്ളതും. അത് എങ്ങനെ അലന്ന് വിളിക്കുക, അലാന്ന് വേണമെങ്കിൽ ഒരു നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ കുറെ പേര് കഴിയുമ്പോൾ മാറ്റാൻ പറ്റും. പക്ഷെ നമ്മൾ അലനെന്നാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അത് നമ്മൾ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇട്ടിക്കണേ. അപ്പോൾ എന്താണ്, ക്രിസ്ത്യൻ പേരാണോ, ഹിന്ദുസ് പേരാണോ, മുസ്ലിം പേരാണോ എന്നുള്ളതല്ല. നമ്മൾ മുസ്ലിം പേരൊക്കെ അടിച്ചു നോക്കിയപ്പോൾ അത് മുസ്ലിം പേരായിട്ട് നമ്മൾ കണ്ടത്. ചിലപ്പോൾ അത് അലൻ എന്നുള്ളത് ക്രിസ്ത്യനിലും ഉണ്ടാവാം. അലൻ ജോസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനം, അലൻ ജോസ് പെരേര.
അങ്ങനത്തെ പേരൊക്കെ ഉണ്ട്. ഉണ്ട് അത് ക്രിസ്ത്യൻ പേരിൽ അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട്. നമ്മളേലും ഉണ്ട്. അതിലൊന്ന് മക്കൾക്ക് പേരിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് വിട്ടുതരാം. ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ അവരൊക്കെ പേര് മാറ്റണ്ടേ. അപ്പോൾ പേര് കായ് കൂടിയപ്പോൾ ക്രിസ്ത്യൻ പേര് ഇട്ടു എന്നുള്ളൊരു കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടില്ല. അയാളോട് എനിക്കൊന്നും പറയാനില്ല. ആരെങ്കിലും കായ് കൂടുകൊണ്ട് വാപ്പാനെ മാറ്റുമോ? എന്താ പിന്നെ ചെയ്യാ അല്ലേ? കായ് കൂടിയപ്പോൾ പേര് മാറ്റി എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ പിന്നെ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഇല്ലെങ്കിൽ ഇല്ലാത്ത മാതിരി നമ്മൾ ജീവിക്കുക. അല്ലാതെ നമുക്ക് തന്നെ വേണോ എല്ലാം വേണോ പേര് പൈസ കൂടിയപ്പോ പേര് മാറ്റി എന്തായാലും വിളിക്കാൻ പറ്റുന്ന പേരെല്ലാം ഇടാൻ പറ്റുള്ളൂ. ആരായാലും എത്ര പാവപ്പെട്ടവരായാലും പഠിച്ചോണ്ട് എനിക്ക് നല്ലൊരു ജീവിതം തരണം. കുറച്ച് അങ്ങനെയല്ലേ ഇപ്പൊ ആരും ആഗ്രഹിക്കുന്നു. ആ ഒരു ഇതിൽ ആരും ആഗ്രഹിക്കില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു നിക് നെയിമും കൂടി നിങ്ങൾ കണ്ടെത്തി. ബാക്കി വിശേഷങ്ങളൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ആയിട്ട് നാളെ കാണാം. എന്തായാലും ബൈ.